നട്ടും ബോൾട്ടും ഇല്ലാത്ത വണ്ടിയിൽ എന്നെ കയറ്റി വിട്ടു. എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറഞ്ഞ ആളാണ്. കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാലും ജയിച്ചേ ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞ ആളാണ് കെ മുരളീധരൻ. പക്ഷേ തൃശ്ശൂരിൽ അമ്പേ പരാജയം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം. എന്താണ് മുരളീധരൻ സംഭവിച്ചത്? ഈ നട്ടുമോട്ടില്ലാത്ത വണ്ടിയിൽ എന്നെ കയറ്റി വിട്ടു എന്ന് കെ മുരളീധരൻ പറഞ്ഞപ്പോൾ വേറൊരു വാചകം കൂടി അദ്ദേഹം അതിനോട് ചേർത്ത് പറഞ്ഞത്, കേരളത്തിൽ ഇലക്ഷൻ പൊതുയോഗങ്ങളിൽ ആളെ കൂട്ടാൻ പറ്റിയ നേതാക്കന്മാരില്ല. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണം. എടാ, രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇത്രയും പ്രിയപ്പെട്ട അവരുടെ അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയൊക്കെ ഗുണം കൊണ്ടാണ് അല്ലേ, രാജീവ് ഗാന്ധിയുടെ മക്കളായതുകൊണ്ടാണ്. ഈ കെ മുരളീധരൻ ഒരു അച്ഛനുണ്ടായിരുന്നു, കെ കരുണാകരൻ. ആ പുള്ളി എവിടെ പോയി സംസാരിച്ചാലും ആള് കൂടുമായിരുന്നു. ഇയാളെന്താ പോയി സംസാരിച്ച ആള് കൂടാത്ത? ഇയാള് കോൺഗ്രസ് നേതാവല്ലേ? ഇടയ്ക്ക് ഇയാൾ ആരെയും കുറ്റം പറയുന്നേ? ചെറിയ പ്രായത്തിലെ KPCC അധ്യക്ഷനായ ആളാ, MLA ആളാ, MP ആളാ. പാർട്ടി തെറിയും പറഞ്ഞ അച്ഛനോട് ഇറങ്ങി പോയിട്ട് തിരിച്ചു വന്നപ്പോഴും പാർട്ടി രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതാ. ആ പുള്ളിയാണ് ഈ പറയുന്നത് കേരളത്തിൽ ആള്. അപ്പൊ ഇയാളെ അടക്കമാണ് ഇയാളെ കുറ്റം പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. കെ സുധാകരനൊക്കെ ആവുന്ന കാലത്ത് സംസാരിക്കാൻ വരുന്നതൊക്കെ വലിയ പുള്ളിക്ക് വയ്യാതായതാ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി വന്നാൽ കാണാൻ ഈ നരേന്ദ്രമോദി വന്ന ആൾ വരുന്ന പോലെ ആൾ വരും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ പുള്ളി ആരെയാണ് ഇങ്ങനെ നിശ്ചിതമായി വിമർശിക്കുന്നത്? ഇയാള് എന്തെങ്കിലും ഒരു വോട്ട് ചെയ്ത ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഈ തിരുവനന്തപുരത്ത് MLA ആയിരിക്കുമ്പോൾ വടകരയിൽ പോയി മത്സരിക്കും. വടകരയിൽ ഇരിക്കുമ്പോൾ എന്നാ തൃശ്ശൂർ പെങ്ങളങ്ങ് BJPയിലോട്ട് എന്നാൽ പെങ്ങളെ അങ്ങ് ഉപദ്രവിച്ചേക്കാം. എന്തൊക്കെ ഡയലോഗ് അടിച്ച് ആ ചാണ്ടിയോമനൊക്കെ എന്നും മാന്യമായിട്ടാണ് പ്രതികരിച്ച ആ വിഷയത്തിൽ. ചാണ്ടിയോമൻ പറഞ്ഞ AK ആന്റണിയുടെ മകൻ പോയതും കരുണാകരന്റെ മകൻ പോയതും അവരുടെയൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. അത് അവർ പോകുന്നത് കൊണ്ട് അസ്വസ്ഥരായി ഈ പാർട്ടിയിൽ നിൽക്കുന്നതിനേക്കാൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് ആ പാർട്ടിക്കും ഗുണം ചെയ്യും, ഈ പാർട്ടിക്കും ഗുണം ചെയ്യുന്നതാണ് ചാണ്ടിയോമൻ പറഞ്ഞത്. എടാ, പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ മകളാണ്, സത്യമാണ്. പക്ഷെ അവർക്ക് BJPയിലേക്ക് പോയി കൂടായിരുന്നില്ല. പത്മജ വേണുഗോപാലുമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂവിൽ ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്കാർ വ്യക്തമായി പറഞ്ഞിട്ട് അച്ഛന്റെ ആത്മാവ് വേദനിക്കുന്നുണ്ടാകില്ലേ പത്മജ വേണുഗോപാൽ ഈ ഒരു തീരുമാനത്തിൽ പറയാം. അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പൊ എന്നെ BJP പോയതിനായിരുന്നു. കാരണം പുള്ളി വളരെ സിമ്പിളാണ്, പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ആളാണ് കെ കരുണാകരൻ. ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഗുണമുണ്ട്, നിങ്ങൾക്ക് ജനങ്ങളെ സേവിക്കാൻ പറ്റുന്നത് എവിടെയാണോ, നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണോ അവിടേക്ക് പോകാനാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അച്ഛന്റെ ആത്മാവ് ഇപ്പൊ പൂർവാധികം സന്തോഷിക്കുമായിരിക്കും. അന്നേ പത്മജ വേണുഗോപാൽ പറഞ്ഞു, നോക്കിക്കോ തൃശ്ശൂർ ഞങ്ങളുടെ ചേട്ടൻ പൊട്ടിയാൽ 3-ന്റെ അന്ന് പത്രസമ്മേളനം വിളിക്കും, കോൺഗ്രസ്സുകാരെ തെറി വിളിക്കും. അത് തന്നെയല്ലേ സംഭവിച്ചത്. പരാജയപ്പെട്ട് 3-ാം ദിവസം പത്രസമ്മേളനം വിളിച്ചു, കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചു. ഇയാൾ പോയത് ജയിക്കാനല്ല. ഇയാൾ ഞാൻ ജയിക്കാൻ വന്നതല്ല, ഞാൻ BJPയെ പരാജയപ്പെടുത്താൻ മതി. ഇയാൾ ആരാ BJPയെ പരാജയപ്പെടുത്താൻ? ഇയാള് നിയമത്ത് പോയി BJPയെ പരാജയപ്പെടുത്താനെന്നും പറഞ്ഞ് വടകരയിൽ നിന്ന് കളഞ്ഞിട്ട് നേമത്തോട്ട് പോയി. അവിടെ നിന്നുണ്ടായി 8 നില പൊട്ടി. ഇവിടുന്ന് തിരിച്ചു വടകര പോയി. വടകര നിന്നപ്പോ എന്നാ ഇനിയിപ്പോ അച്ഛന്റെ തട്ടകത്തിലേക്ക് പോവാം. ഈ തൃശ്ശൂര് കെ കരുണാകരനെയും ചതിച്ചിട്ടുണ്ട്, പത്മജയും ചതിച്ചിട്ടുണ്ട്, മുരളീധരനെയും ചതിച്ചു. അത്രേ ഉള്ളൂ. കൂടെ നിന്നോ കാല് വാരി. ഞാൻ ഈ കാല് വാരി എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, അവിടെ TN പ്രതാപൻ കാല് വാരി. TN പ്രതാപൻ ചതിക്കുമെന്ന് പത്മജ വേണുഗോപാൽ കൃത്യമായി പേരെടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. TN പ്രതാപൻ കാല് വാരി എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ എന്താ ചെയ്യണ്ടേ? എടാ, പോസ്റ്റർ അടിച്ചത് വിട്. അയാൾക്കൊപ്പം 20 പേര് ഉണ്ടായിരുന്നു, അതല്ല 19 പേരുണ്ടായിരുന്നു UDF. ഈ 19 എണ്ണം മത്സരിക്കുക, അയാളെ മാത്രം മാറ്റി നിർത്തുക. അയാളെന്തോ മറ്റേ മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ടാണ്. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. അതിലെ ഈ പുള്ളി അല്ല ഈ പുള്ളി TN പ്രതാപൻ ആ തൃശ്ശൂർ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. അതിന്റെ കൂടെ പോയ ഒരാളാണ് ഞാൻ. എല്ലാവരും അത്ര കഷ്ടപ്പെട്ടാണ് പുള്ളി സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്താണ് നടത്തുന്നത്. എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് വിഷമം. ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മുരളീധരൻ വലിയ അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, സ്വാഭാവികമായിട്ട് വിഷമം വരും. ഓക്കെ, പക്ഷെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയിലുള്ള ആളെ തകർക്കാൻ ശ്രമിക്കുന്നത് തെറ്റല്ലേ? അല്ല, ഇത് തകർക്കാൻ ശ്രമിച്ചു എന്നൊരു തെളിവില്ല. അങ്ങനെ ഒരു ആരോപണം കോൺഗ്രസ് ഇവരാരോപിക്കുക. TN പ്രതാപൻ അത് ചെയ്തെങ്കിൽ വ്യക്തിപരമായി ചിന്തിച്ചാൽ എങ്ങനെയാണ് അയാളെ തെറ്റു? അയാൾക്ക് മാത്രം എങ്ങനെയാണ് പാർട്ടി ഒരു മാറ്റി നിർത്തൽ, ഒരു തിട്ടൂരം കൽപ്പിക്കുന്നത്? തിട്ടൂരം കൽപ്പിക്കുന്ന വാക്ക് ശരിയാണോ എനിക്കറിയത്തില്ല. എന്നാൽ അയാളെ മാത്രം എങ്ങനെയാണ് മാറ്റി നിർത്തുന്നത്? നോക്ക്, വടകരയിലാണ് ഈ കെ മുരളീധരൻ ഇത്തവണ മത്സരിച്ചത് ശൈലജ പുഷ്പം പോലെ ഷാഫി പറമ്പിൽ വന്നതുകൊണ്ടാണ്. അത് മുരളീധരൻ എന്ന് പറയുന്ന ആളുടെ കയ്യിലെ കുഴപ്പമാ. പാർട്ടി എന്തെങ്കിലും പറയുന്നതുകൊണ്ട് കയറി ഏറ്റെടുക്കുക, ഞാൻ പൊക്കോളാം. അപ്പൊ കെ മുരളീധരനെ പോലെ ഒരു സീനിയർ നേതാവ് പറയുമ്പോൾ ശരി, ഇയാൾ പൊക്കോ. അപ്പൊ ആ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇത്ര എന്തൊക്കെ ആക്ഷേപങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞത്, BJPക്കെതിരെ പറഞ്ഞത്. BJP എന്താ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം വലിയ സംഭവമായിട്ട് ഇങ്ങോട്ട് വന്ന് ഇറങ്ങി പത്മജ ആ ശരീരഭാഷ. ഓക്കെ, ഇത് പറഞ്ഞു, ഇയാള് തോറ്റു, ജനം തോപ്പിച്ചു, ജനം വോട്ട് കൊടുത്തില്ല, ജനങ്ങൾ ഇയാള് വേണ്ടാന്ന് പറഞ്ഞു, തൃശ്ശൂർ ഇയാൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ പാർട്ടി കുറ്റം വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ പാർട്ടിക്ക് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അയാളായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇച്ചിരി മുരളീധരൻ പണിയില്ലേ? നോക്കുക, മുരളീധരൻ വടകരയിൽ MP ആയിട്ടിരിക്കുന്നു. മുരളീധരനോട് പാർട്ടി ഇത്തവണ പറയാം, ഇത്തവണ മുരളീധരൻ മത്സരിക്കണ്ട, ഷാഫി പറമ്പിലോട് മത്സരിക്കട്ടെ. മുരളീധരന് വേറെ സീറ്റ് കൊടുക്കുന്നില്ല. മുരളീധരൻ പണിയില്ലേ ഷാഫി പറമ്പിലിനെ? സ്വാഭാവികം.
അധികാരമോഹത്തിന് വേണ്ടിയിട്ടായിരുന്നില്ലേ ഈ പണ്ട് ഈ മോനും ആ മോക്കും വേണ്ടിയിട്ടല്ലേ പാവം കരുണാകരൻ ഈ പറയപ്പെടുന്ന പേരുദോഷം മൊത്തം കേട്ടത്. ആ മനുഷ്യന്റെ അവസാന കാലഘട്ടങ്ങളിൽ എന്തൊക്കെ കോൺഗ്രസ്സുകാരെ കൊണ്ടുവരാൻ അയാളെ തെരുവിളിപ്പിച്ചില്ലേ? അപ്പൊ അയാൾ ആരെയാണ് ഈ കുറ്റം പറയുന്നത്? അല്ല രോജി, ഈ 70,000 വോട്ടിനാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചത്. ആ വോട്ട് ഈ ടി എൻ ആ മോഡിൽ 77,000 ഈ വോട്ട് ടി എൻ പ്രതാപൻ മറിച്ചു കൊടുത്താണ്. അല്ല ഞാൻ മനസ്സിലാക്കേണ്ട ഒരു സാധനമുണ്ട്. ടി എൻ പ്രതാപനായിരുന്നു മത്സരിച്ചതെങ്കിൽ ഇത്രയും വലിയ നാണം കെട്ടൊരു തോൽവി കോൺഗ്രസ്. ടി എൻ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ടി എൻ പ്രതാപൻ തൃശ്ശൂരിന്റെ നല്ല കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ മുഴുവൻ നേതാവാണ്. കാരണം അദ്ദേഹം മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാണ്. എന്റെ അറിവ് മാനവീയതയിലായിരുന്നു. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ അത്രത്തോളം വലിയ സ്വാധീനമുള്ള അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സമൂഹം പിന്നെ അവിടെ സിറ്റിംഗ് എം പി ആയിട്ടിരുന്ന ആളിൽ കിട്ടുന്ന വോട്ടുണ്ട്. ഒരാൾക്ക് അത്ര വോട്ടുകൾ നേടാൻ കഴിയും. പക്ഷെ ഒരു എം പി ഒക്കെ വിചാരിച്ച ഒരു 10,000 പേരെ കൂടുതലൊന്നും മാറ്റി ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? അവിടുത്തെ തീരദേശ മേഖലയിലെ കുറച്ച് വോട്ട് അദ്ദേഹത്തിന് മറയ്ക്കാൻ പറ്റിയേക്കാം. അത് എങ്ങനെയാണ് ഈ വോട്ട് മറിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു 100-500 പേര് അല്ലെങ്കിൽ 1000 പേര് കൂടി വന്ന ഒരു 10,000 പേര് ഇദ്ദേഹം പറഞ്ഞാൽ കേൾക്കുമായിരിക്കും. പൂരം കലക്കിയതിന്റെ പേരിലും വോട്ട് അങ്ങനെയാണ് വോട്ട് കിട്ടിയെന്നല്ലേ ഇപ്പം. പിന്നെ പൂരം കലക്കിയ ഒരു വർഷം നടത്തിയത് അത് പൂരം ഇപ്പൊ ഇതെന്താ ഈ വിഷയത്തിൽ, അതായത് തൃശ്ശൂരിൽ നിന്ന് പരാജയപ്പെട്ട 2 സ്ഥാനാർത്ഥികൾക്കും എന്തോ പറ്റിയിട്ടുണ്ട്. കാരണം സുനിൽകുമാറിനും കെ മുരളീധരനും. സുനിൽകുമാർ ഈ വാശി തീർക്കാൻ എന്നോണം പൂരം കലക്കി പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കെ മുരളീധരൻ അപ്പുറത്ത് വേറെ എന്തോ പാർട്ടി തന്നെ പറയുന്നത് സുനിൽകുമാറിനെ തോപ്പിച്ചത് CPM ഉള്ളതാണ്. സുനിൽകുമാറിനെ തോപ്പിച്ചത് CPM തന്നെയാണ്. അതാണ് സുരേഷ് ഗോപി ജയിച്ചുകൊണ്ടല്ലേ സുനിൽകുമാർ തോറ്റത്. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇതിനകത്തൊക്കെ അന്തർധാര ഉണ്ട് തന്നെ, അല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? നോക്കൂ, നമ്മൾ ആ വിഷയത്തിലേക്ക് പോകണ്ട. അതിനകത്ത് പല കാര്യങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ മുരളീധരന്റെ ഈ പ്രസ്താവന, ഇയാൾ എന്തോ ഇല്ലേ പഴയ പെണ്ണുങ്ങളുടെ കൂട്ട് കുടുംബശ്രീ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കളിയാക്കാം. അങ്ങനെ അല്ല, പണ്ടത്തെ 3-4 മണിക്ക് അപ്പുറത്തെ വീട്ടിൽ ചെന്നിരുന്ന് മറ്റവൾ അവന്റെ കൂടെ പോയി ഇയാളങ്ങ് ഊഹോഹോ അടിക്കുക. പെങ്ങൾ നോക്കൂ, പത്മജ വേണുഗോപാൽ BJP പോകുമ്പോൾ പുള്ളിക്കാരന് വേണമെങ്കിൽ അത് മോശമായി പോയി, കരുണാകരന്റെ മകളെന്ന നിലയിൽ പോകണം. അതിന് പറയും എന്തൊക്കെ ആക്ഷേപങ്ങളാണ് സ്വന്തം പറയുന്നില്ല. അല്ല, ഈ മുരളീധരന് കൊടുക്കാവുന്നതിന്റെ മാക്സിമം പാർട്ടി കൊടുത്തില്ലേ? ചെറിയ പ്രായത്തിൽ KPCC പ്രസിഡന്റ് ആക്കി, അതുപോലെ തന്നെ എന്താണ് MLA ആക്കി, MP ആക്കി തുടങ്ങി എല്ലാ അധികാര സ്ഥാനങ്ങളിലും കൊണ്ടുവന്നു. ഒരു പ്രബലനായ നേതാവ്, അതായത് കെ മുരളീധരന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടി എപ്പോഴും കരുതുകയും അദ്ദേഹത്തെ എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിക്കുകയും സഹകരിപ്പിക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. എന്നിട്ട് പുള്ളി എന്താ ചെയ്യുന്നത്? പുള്ളിക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്ന ആ സമയം പുള്ളി ഇറങ്ങി പുറപ്പെട്ട് ഞാനെന്തോ ഭയങ്കര സംഭവമാണ്, പാർട്ടി ഒന്നും ശരിയല്ല, മറുഭാഗത്ത് BJP അടുപ്പിക്കാനേ കൊള്ളാത്ത സാധനമാണ്, BJP-ക്കാരെന്തോ അയിത്തക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഷോ ഇറക്കുക. വീണ്ടും വട്ടിയൂർക്കാവ് നിയമമൊക്കെ ചോദിച്ച് അവിടെ തിരുവനന്തപുരത്ത് അടുത്ത് കറങ്ങുന്നുണ്ട്. അതേ അടുത്ത പ്രാവശ്യം സീറ്റ് കൊടുത്ത് അവിടെ പോകും. ഉള്ള പറയാലോ, നമുക്ക് ഗാന്ധി കുടുംബത്തിൽ നിന്ന് വരെ ആളുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട്, പോയ ചരിത്രമുണ്ട്. പിന്നെയാണോ കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് പോയാൽ? അപ്പൊ ഈ പോലെ ചിരിച്ചോണ്ട് പറഞ്ഞ ആ ചെറുത്തങ്ങളുടെ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ട് ഇതൊക്കെ ചേട്ടൻ ഇങ്ങനെ വരും, എവിടെ വരാതെ എവിടെ പോകാനാണ്, ചേട്ടൻ കറങ്ങി തിരിച്ച് ഇവിടെ വരും. പുള്ളിക്കാരി പറഞ്ഞില്ല, ചേട്ടൻ എന്റെ ചേട്ടനെ എനിക്കറിയാവുന്നതിന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. ഇത് ഒന്ന് തോറ്റട്ടെ, തോക്കും. ഈ BJP-ക്കാരുടെ ഒരു അപേക്ഷ ഉള്ളത്, ഇമാതിരി വർത്തമാനം പറ്റി നിങ്ങളെ പറ്റി പറഞ്ഞു അയാൾക്ക് നിങ്ങൾ രാഷ്ട്രീയമാണ്. സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ഒരു മകനും കൂടി അവിടെ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ BJP ചെല്ലുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. മുരളീധരൻ അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ ജനങ്ങളല്ലേ എന്തായാലും. പക്ഷേ ഇദ്ദേഹത്തിനൊന്ന് സുധാകരൻജിക്ക് വയ്യാതൊക്കെ ഇരിക്കുകയാണ്. ഒന്ന് KPCC പ്രസിഡന്റ് ആയാൽ കൊള്ളാമെന്നുണ്ട് ഇനിയും. അപ്പൊ ഈ പുള്ളി എനിക്ക് ഇത്ര പറയാനുള്ളൂ, കേരളത്തിൽ ആളെ കൂട്ടാനുള്ള നേതാക്കന്മാരില്ല എന്ന ആരോപണം ഉന്നയിക്കുന്ന കെ മുരളീധരൻ എന്ന നേതാവ് പ്രസംഗിക്കുന്നിടത്ത് എത്ര പേര് വരുമെന്നുള്ള കാര്യം. ശശി തരൂരൊക്കെ പ്രസംഗിക്കാൻ അത്യാവശ്യം ആളെ കിട്ടാറുണ്ട്. എന്തിനാ ഷാഫി പറമ്പിൽ പോയ ജനസാഗരങ്ങൾ വന്ന് പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ പോയാലും ആളുണ്ട്. അവിടെ പാർട്ടി സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്, ഇപ്പോഴും സ്റ്റാറായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇയാള് പിന്നെ ചുമ്മാ കിട്ടാക്കൊതി എന്ന് പറയുന്നൊരു സാധനം, അതാണ് മുരളീധരൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക്. അല്ല, അമിത ആത്മവിശ്വാസവും എന്താണ്, താൻ എവിടെ പോയാലും ജയിക്കും, താൻ എന്തോ വലിയ ആളാണ് എന്നൊരു ഒരു ബോധ്യമാണ് അദ്ദേഹത്തിനുള്ളത്. അത് തിരുത്തേണ്ട സമയം. അച്ഛൻ ആനപ്പുറത്ത് കയറിയ മകന്റെ കരുണാകരനായിരുന്നുവെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. കരുണാകരന്റെ മകൻ എന്ന ലേബലിലാണല്ലോ ഇവരൊക്കെ വളർന്നു വന്നത്, അല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വന്നവരൊന്നും അല്ലല്ലോ. അല്ല, യഥാർത്ഥത്തിൽ ഈ എന്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയ ആളെന്നാണ് എനിക്ക് പറയാറുള്ളത്. ഓക്കെ.